ഇന്നലെയും ഇന്നുമായും സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം അഭിനന്ദനങ്ങളും അതോടൊപ്പം ഒരു വ്യക്തിയാണ് നിറഞ്ഞു നിൽക്കുന്നത്. സഞ്ജു സാംസൺ. ആ മനുഷ്യൻ എത്ര താഴ്ചകളിലൂടെ, വേദനയിലൂടെ, പ്രയാസങ്ങളുടെ പ്രതിസന്ധിയിലൂടെ കടന്നുപോയി എന്ന് നമുക്ക് അറിയാം. ഈ ടൂർണമെൻറ്റ് തുടങ്ങുന്നതിന് മുമ്പ് ന്യൂസിലൻഡ് പര്യടനവും വേൾഡ് കപ്പിലെയും ടീമിനെ ഒരുമിച്ച് പ്രഖ്യാപിച്ചപ്പോൾ സഞ്ജു സാംസൺ മെയിൻ ഓപ്പണറായിരുന്നു. ന്യൂസിലൻഡ് പര്യടനത്തിൽ ന്യൂസിലൻഡിൻ്റെ സീരീസായിട്ട് കടന്നു വന്നപ്പോൾ അതിൽ എല്ലാ കളികളും അവർ കളിപ്പിച്ചു. സഞ്ജുവിന് പെർഫോം ചെയ്യാൻ പറ്റിയില്ല. സഞ്ജു കരയുന്ന മുഖവുമായി ഗ്യാലറിയിലേക്ക് നോക്കി സോറി പറയുന്നുണ്ടായിരുന്നു. നാം മനസ്സിലാക്കണം, ആ മനുഷ്യൻ, അവനോടുള്ള സ്നേഹം, ആദരവ് അപ്പോൾ വർദ്ധിച്ചതേയുള്ളൂ. അത് കഴിഞ്ഞ് അവൻ സ്വാഭാവികമായി 50 അടിക്കുമ്പോഴും ആഘോഷിക്കുമ്പോഴും ഒക്കെ മസിൽ പിടിച്ച് കാണിച്ചായിരുന്നു അവൻ്റെ ആഘോഷം അവൻ പങ്കുവയ്ക്കാറ്. പക്ഷേ ഇപ്രാവശ്യം അവൻ ദൈവത്തിൻ്റെ മുമ്പിൽ വീഴുകയാണ് ചെയ്തത്. അവൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ വീഴുകയാണ് ചെയ്തത്. അവൻ്റെ പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ വീഴുകയാണ് ചെയ്തത്. കൈകളെ ഉയർത്തി ആകാശത്തേക്ക് നോക്കി ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഒരു സഞ്ജു സാംസണെ കാണുവാൻ കഴിഞ്ഞു. അവൻ ഹെൽമെറ്റും ബാറ്റും നിലത്തിട്ട് റിട്ടിലിരിക്കുന്നത് പോലെ അവൻ ഇരുന്ന് ആ ദൈവത്തിന് അവൻ്റെ ഹൃദയം പകർന്നു. അതിനുശേഷവും അവൻ പവലിയനിലേക്ക് ചെന്ന് ടീമിനോട് കൂടെ ചേർന്ന് അവൻ്റെ ചേഞ്ചിങ് റൂമിലേക്ക് ചെല്ലുമ്പോൾ അവൻ അത് തന്നെയാണ് ചെയ്തത്. വീണ്ടും മുട്ടുമടക്കി ദൈവത്തിന് നന്ദി പറഞ്ഞ് അവൻ ജീവിതത്തിൽ ഇന്നേ വരെ ഇങ്ങനെയൊരു ഗെയിം ഞാൻ കണ്ടിട്ടില്ല. ഞാനൊരു ക്രിക്കറ്റ് ആരാധകൻ മാത്രമല്ല, കളിക്കാരൻ കൂടിയാണ്. പക്ഷേ ഇതുപോലെ ഫോക്കസ്ഡായിട്ട്, കമ്പോസ്ഡായിട്ട്, ടെമ്പർമെൻറ്റോടുകൂടി ഒരു ഗെയിം ഫിനിഷ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. ആരും ചെയ്യുന്നത് കണ്ടിട്ടില്ല.